ഈ കൃഷ്ണക്ക് എങ്ങനെയാണോ സഹിക്കുന്നത്. വിശ്വ, എനിക്ക് ഒരു ബിയർ കൂടി വേണം. ബിയറില്ലെങ്കിൽ എന്നെ പിടിച്ചപ്പോ തിന്നും തോന്നല്ലോ. എന്താ ചെയ്യാ? ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ബിയർ എക്സ്ട്രാ ചോദിക്കുകയാണെങ്കിൽ കൃഷ്ണ എന്താ ചെയ്യാ? കൃഷ്ണ ഓ, രാത്രിയായാ തുടങ്ങിക്കൂടും അവൻ്റെ ഒരു ഫോൺ വിളി. എന്താടാ അളിയാ, നിനക്കിപ്പോൾ വീണ്ടും എന്തെങ്കിലും മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ടോ? അളിയാ, ഒരു പ്രശ്നമായി അളിയാ. എന്താ, സിന്ധു കല്യാണം ക്ഷണിക്കാൻ ഡയറക്റ്റായിട്ട് നിന്റെ വീട്ടിലേക്ക് എങ്ങാനും വന്നോ? ഡേയ്, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്കടാ. പറ. ബാല എന്നോട് ഡു യു ഡ്രിങ്ക് എന്ന് ചോദിച്ചാ. ആ, ഞാൻ നാണമില്ലാതെ കുടിക്കുമെന്ന് പറഞ്ഞു. ആ, അതായത് നമ്മൾ കമ്പനിയിലത് കുടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചുമ്മാ വെറുതെ അവളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആ. നമ്മുടെ ജിലേബി കോമ്പിനേഷനിൽ അവിടെ 2 ബീർ അടിച്ചളിയാ. ആ? നല്ല പൂസായ അളിയാ. ഇപ്പൊ ഇനിയും ബീർ ചോദിക്കുന്നടാ. ഞാനിപ്പോ എന്താളിയാ ചെയ്യാ? ആഹാ, എന്താ ആഹാന്ന് പറയുന്നേ? ഞാനിപ്പോ എന്താടാ ചെയ്യേണ്ടതെന്ന് പറ. ഞാനെന്ത് പറയാനാ, ഭാര്യ ചോദിച്ചാൽ ഭർത്താവ് വാങ്ങിക്കൊടുക്കണം, അത്രേ ഉള്ളൂ. ഊളത്തരം പറഞ്ഞോണ്ടിരിക്കല്ലടാ. ഞാൻ കുടിച്ച് പൂസാകുമ്പോ നീയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറ. ടോപ്പിക്ക് മെല്ലെ സിന്ധുവിന്റെ അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യും. പിന്നെ നീ എന്തേലുമൊക്കെ പുലമ്പിക്കൊണ്ടെങ്കിൽ കിടന്നുറങ്ങും. എടാ, ഇവിടെ സിറ്റുവേഷൻ ഡൈവേർട്ട് ആകുന്ന പോലെ ഒന്നും തോന്നില്ലടാ. നല്ല പൂസായ തോന്നലിയാ. അളിയാ, ഇതാണ് കറക്റ്റ് ടൈം. പതുക്കെ പ്രൊസീഡ് ചെയ്തേക്ക്. വിളിക്കുന്നുണ്ടാ. എന്താ എന്തെങ്കിലും ചെയ്യുന്നെ? നല്ലൊരു ഐഡിയ ആരാ പറയലിയാ. ഫോണില്? ഇങ്ങതാ. ഹലോ, വിശ്വ ഇപ്പൊ ബാലയുടെ കൂടെ ബിയർ അടിച്ചിട്ട് ഭയങ്കര ബിസി ആയിരിക്കാം കേട്ടോ. ബൈ. വിശ്വ, നീ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ആരാ നിന്നെ വിളിക്കുന്നത്? ആ, നിന്റെ തന്ത. എനിക്ക് കിട്ടിയതാണെങ്കിലോ ഒരു ഉമ്മ പോലും ചോദിച്ചാൽ തരില്ല. ചേച്ചി, എന്തോന്ന് പിറുപിറുത്തോണ്ടിരിക്കുന്നേ? ആ, ഒന്നുമില്ലടി ചക്കരെ, ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. വാ അയ്യോ, വിശ്വ, ബാല, ഞാൻ നമുക്ക് പറയുന്നത് ബിയർ വാങ്ങിക്കാം. വാ. എടാ, എടി, എന്തുപറ്റി? നമുക്കിപ്പോ ഡാൻസ് കളിച്ചാലോ? ബിയർ ഒക്കെ എന്തിനാ ഇപ്പോ? വൈബ്. അപ്പങ്കലം പണം ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അപ്പങ്കലം നീ സ്റ്റെപ്പ് ഇട വിശ്വ. എടുത്തിട്ട് നോക്കിയേ. ഇതാണ് കറക്റ്റ് ടൈം. പതുക്കെ പ്രൊസീഡ് ചെയ്തേക്ക്. ബാല, എന്റെ അടുത്ത് വരരുത് വിശ്വ. അതല്ലേ ബാല. സോറി, അറിയാതെ. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുക. അയ്യോ, അങ്ങനൊന്നുമില്ല. ശരിക്കും നീ എന്തിനാ അങ്ങനെ ചെയ്ത വിശ്വ? അതുണ്ടല്ലോ, എന്റെ അനുവാദം ഇല്ലാതെ എന്നെ ടച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ, എനിക്ക് ബസ്സിലും പബ്ലിക് പ്ലേസസിലും ഒക്കെ മറ്റുള്ളവർ എന്നെ ടച്ച് ചെയ്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനെ കുറിച്ചൊന്നും നീ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ബാല. അതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് വിശ്വ? അത് എനിക്ക് മാത്രമല്ലല്ലോ സംഭവിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പെമ്പിള്ളേർക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാണും. എന്നിട്ട് പോലും എല്ലാ തവണയും ഞങ്ങൾ ഈ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്ത വിക്ടിം കാർഡ് പ്ലേ ചെയ്യാണെന്ന് നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞിട്ട് പോവും. അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതുകൊണ്ടാ അവിടെ കാണുന്ന ഡയറിയില് എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തത്. ഐ ആം സോറി ബാല. ബാല, 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 എന്ത് പറ്റി? ബാല, 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 എന്ത് പറ്റി? എനിക്ക് ഭക്ഷണം വേണ്ട വിശ്വ, എനിക്ക് ഉറക്കം വരുന്നു. എന്തെങ്കിലും കുറച്ച് കഴിച്ചില്ലെങ്കിലോ രാവിലെ ഭയങ്കര തലവേദന ഉണ്ടാവും. നീയും കൂടെ കഴിക്കൂ വിശ്വ. നീ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം. പറ്റില്ല, നീയും കൂടെ കഴിക്കണം. ഞാൻ നിനക്ക് വാരിത്തരാം.
വാ തുറക്ക്. വാ തുറക്ക്. മാഡം വാ ഇവിടെയാണോ? ഞാൻ ഇവിടെയാണ് മാഡം ഉള്ളത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, നീ തന്നെ വന്ന് കഴിക്കും. Good boy. Good night. അയ്യോ എന്താ ഇങ്ങനെ? ഇനി പ്രോബ്ലം അവളടിച്ച് അടിയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ മൊത്തം. ദേ ആ കാണുന്ന ഡയറിയില് എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ ആൾ ഡയറി വായിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പേഴ്സണൽ ഉണ്ടെങ്കിലോ? പക്ഷെ നമ്മുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ? ഞാനും എൻ്റെ ഭ്രാന്തും, മീ ആൻഡ് മൈ മാഡ്നസ്. പോയിന്റ് 1, ഈ ലോകത്തിലെ മറ്റാരെക്കാളും എന്നെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. പോയിന്റ് 2, എന്നെ മാത്രമല്ല എന്റെ അച്ഛനെയും അമ്മയും അനിയനെയും എല്ലാവരും നന്നായി നോക്കണം. പോയിന്റ് 3, എന്റെ ഒപ്പീനിയൻസും ആഗ്രഹങ്ങളും ഒക്കെ റെസ്പെക്ട് ചെയ്യണം. എന്തോ ടിക്ക് ചെയ്തേക്കുന്നേ? ഈ പോയിന്റ് നമ്മളെപ്പോഴാ റെസ്പെക്ട് കൊടുത്തേ? തനിക്ക് ഓക്കെ ആണോ? പോയിന്റ് 4, എന്റെ അടുത്ത് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. എന്നോട് എല്ലാം ഷെയർ ചെയ്യണം. ഒരു കുഞ്ഞുണ്ടായാലും അവന് ഞാനായിരിക്കണം നമ്പർ 1. കുറച്ച് ടഫാണ്, ബട്ട് ഓക്കെ. ഞങ്ങളുടെ റിലേഷൻഷിപ്പില് അഡ്ജസ്റ്റ്മെന്റിന് ഓക്കെ ആവുകയും വേണം, ഓപ്പൺ ടു ചേഞ്ച് മൈൻഡ് സെറ്റും ആയിരിക്കണം. 60 വയസ്സായാൽ പോലും എനിക്ക് സർപ്രൈസസ് തന്നുകൊണ്ടേയിരിക്കണം. കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ എപ്പോഴും നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഞാനായിട്ട് തന്നെ ഇരിക്കാനുള്ള ഫ്രീഡം കിട്ടണം. ഇനിയും കുറെ ഉണ്ട്, പക്ഷെ ഇതാണ് മെയിൻ. വിശ്വ ദിവസവും എന്റെ മേത്ത് കാലിട്ടിട്ട് ഉറങ്ങുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കാര്യം ഞാൻ എങ്ങനെ വിശ്വയോട് പറഞ്ഞ വിഷമാവോ? ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കിടന്നാൽ പറയായിരുന്നല്ലോ. എത്ര സുന്ദരമായിട്ട് കിടക്കുന്നു പാലത്തിൽ. എന്താടാ രാത്രിയത്തെ ക്ഷീണത്തിന് കിടന്ന് ഉറങ്ങുമായിരിക്കുന്നു വിചാരിച്ചാ നീ രാവിലെ തന്നെ എത്തിയല്ലോ. രാത്രി പ്ലാന് ഹിറ്റോ ഫ്ലോപ്പോ? എന്താടാ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ എൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നേ? ഇതൊന്ന് പിടിച്ചടാ. എനിക്ക് മനസ്സിലായി, നീ ഇത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും ചെറിയ കാര്യത്തിനൊക്കെ അവളെന്തിനാ നിന്നെ തല്ലിയത്? ഞാൻ ചെയ്തത് തെറ്റല്ലടാ. പക്ഷെ ഞാൻ തന്നെയല്ലേ കല്യാണ ഫോട്ടോ എടുക്കുമ്പം അവളെ തൊട്ടോട്ടെ എന്ന് ചോദിച്ചത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ബുദ്ധി എവിടെ പോയി? ഇതാണൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോയേക്കാണോ? അങ്ങനെയല്ലടാ, നീ അങ്ങനെ ആരെങ്കിലും ആണോ? നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ, നീ പെർമിഷനൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ? അതിന് ഹസ്ബൻഡ് ആണെങ്കിൽ എന്താടാ, എൻ്റെ ഇഷ്ടത്തിന് എല്ലാം അങ്ങനെ ചെയ്യാന്നാണോ? കൺസെന്റ് വേണോ അല്ലേ? കൺസെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, നമ്മുടെ സൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ, എന്ത് മൂഡിലാണ് ഇരിക്കുന്നത്, ഏത് സോണിലായിരിക്കുന്നത്, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഹസ്ബൻഡായിട്ട് ഞാൻ ഇതൊക്കെ നോക്കണ്ടടാ. എന്നോട് ചോദിച്ച ഹസ്ബൻഡ് മാത്രമല്ല,
ഒരു ഫ്രണ്ട് ആണെങ്കിലും ചേട്ടനാണെങ്കിലും എന്ത് അച്ഛനാണെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തൊടാനേ പാടില്ല. എന്തിനാണ് അത്രയും പോകുന്നത്? ദേ ഇപ്പം നീ ഉണ്ടല്ലോ, നിനക്ക് ഇഷ്ടമില്ലാതെ നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ലേ? അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് നീ അടിക്കത്തില്ലേ? അവളും അത്രേ ചെയ്തിട്ടുള്ളൂ. ദേഷ്യം വന്നു, അടിച്ചു. ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ലടാ. എന്താണെങ്കിലും ആ അടി കൊണ്ട് അവളുടെ ബൗണ്ടറീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബാലായിക്ക് ഇനിയും കുറച്ച് സമയം വേണോടാ. അവൾ ഇതുവരെ എന്നെ മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ വിചാരിച്ചതുപോലെ അതൊരു നല്ല മൂമെൻ്റ് ഒന്നുമല്ല, കറക്റ്റ് ടൈമും അല്ലടാ. ഞാനെങ്കിലും കുറച്ച് ആലോചിക്കണമായിരുന്നു. ശരി സാറേ, ഇനി നിങ്ങൾ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിച്ച് അവരുടെ കൂടെ തന്നെ ജീവിക്കാമെന്ന് വിചാരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നമ്മൾ ജീവിക്കാൻ നോക്കും. പക്ഷേ ഇന്നലെ രാത്രി ബാല എല്ലാം മാറ്റിയടാ. ഞാൻ ഒരു പ്രാവശ്യം ഒരു സിന്ധുവിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലടാ. ബാല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശരി, അവളുടെ ഡയറി വായിക്കുമ്പോഴും ശരി, ഐ തിങ്ക് ഐ ഫെൽറ്റ് ഇറ്റ്. ഐ തിങ്ക് ഷീ ഈസ് ദ വൺ. എനിക്കെന്തോ ഞാൻ ഈ കല്യാണം കഴിച്ചൊരു നല്ല കാര്യം ചെയ്ത പോലെ തോന്നുന്നു. ഹാവൂ, ഇപ്പോഴാ നിന്റെ ബുദ്ധി ഒന്ന് തെളിഞ്ഞത്. പക്ഷേ എന്ത് പക്ഷേ? ആ ഒരു റോങ് സ്റ്റെപ്പ് ഇടാനേ പാടില്ല എന്നാ. അത് പിന്നെ രാത്രി അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേ ബാല നിനക്ക് കറക്റ്റ് ആയിട്ടുള്ളവളാന്ന് മനസ്സിലായത്. ആ സിറ്റുവേഷൻ കാരണമാണ് ഞങ്ങൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് വന്നത്. ഇനി അങ്ങനെ നടക്കാനേ പാടില്ല. ബാലായ്ക്ക് ഒരു കുറവില്ലാതെ ഞാൻ നോക്കും. ആഹാ, ഭർത്താവ് വിചാരിക്കുമ്പോഴേക്കും ഭാര്യയുടെ കോള് വരുന്നു. നല്ല ടെലിപ്പതിയാണല്ലോ. നീ മനസ്സിൽ കാണുമ്പോൾ അവള് മാനത്ത് കാണുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഏയ് ഒന്നും മിണ്ടായില്ല. ഞാനേ എങ്ങനെ സംസാരിക്കാൻ ആലോചിച്ചോണ്ടിരിക്കാം. ഇപ്പൊ എന്താ പറയാ? ഹായ് വിശ്വ, ഐ എം സോ സോറി. ഞാൻ വൈകി എഴുന്നേക്കുമ്പോഴേക്കും നീ പോയി കളഞ്ഞു. ഐ എം സോറി, ടിഫിൻ പോലും ഉണ്ടാക്കിയില്ല. കുഴപ്പമില്ല ബാല. എന്താ ഡള്ളായിട്ട് സംസാരിക്കുന്നേ? എന്താ തലവേദന വല്ലതും ഉണ്ടോ? യാ, ഫസ്റ്റ് ടൈം അല്ലേ, ഹാങ് ഓവറിൻ്റെ ആയിരിക്കും. ശരി, നീ ഒന്ന് ചെയ്യ്. അകത്ത് കിച്ചണിലേക്ക് ചെല്ല്. അവിടെ ഒരു വാഴപ്പഴം വെച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ ഞാൻ മോരും വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുടിച്ചിട്ട് കിടന്നോ, മാറിക്കോളൂ. താങ്ക്സ്. പിന്നെ ഒരു കാര്യം, ലഞ്ച് നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഓക്കെ ആണോ? ആ ഓക്കെ, ബൈ. ഓക്കെ. അത്രേ ഉള്ളൂടാ. ഇങ്ങനെ ഭാര്യയായിട്ട് വല്ല വഴക്കുണ്ടാവുമ്പോൾ ഈ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ അങ്ങ് കൂട്ടിപ്പോയാൽ മതി. പിന്നെ എല്ലാം അങ്ങ് ശരിയായിക്കോളും. നിനക്ക് പതുക്കെ ഇതൊക്കെ മനസ്സിലായിക്കോളും. നീ തന്ന അഡ്വൈസ് കാരണോട് എത്രയും പ്രശ്നം ഉണ്ടായത്. എടാ അതല്ല. ഇരിക്കുവോ? സുന്ദരി, ഇന്നലെ രാത്രി ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു. പാവം നല്ല വിഷമമുണ്ടാവുമായിരിക്കും. മൂഡ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. വിശ്വ, ഓൾ ഓക്കെ? ഓക്കെ. പക്ഷേ ഇന്നലെ രാത്രി അതന്നെ, നൈറ്റ് എന്താ സംഭവിച്ചെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല. നടന്നതൊന്നും ഓർമ്മയില്ലെന്നോ? അപ്പൊ നമ്മൾ സേഫ് ആണ്. ഇറ്റ്സ് വെരി നോർമൽ. നൈറ്റ് കുടിച്ച് നമ്മൾ രണ്ടൊരു ഹൈ ആയിട്ട് റീലയൊക്കെ കട്ടായി ഒന്നും ഓർമ്മയില്ലാതെ വരുന്നത് എനിക്ക് 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അതൊക്കെ ശരിയാവുന്നേ. രാത്രി ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? പിന്നെ അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കണോ? വിശ്വ, നിന്നോടാ. രാത്രി ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നീ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ചിക്കൻ റൈസ് ഒക്കെ വാരി തന്ന് നീ നന്നായിട്ട് കഴിച്ച് കിടന്നുറങ്ങി. എന്ത്? നീ എനിക്ക് വാരി തന്നോന്നോ? കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വാരി തരത്തില്ലേ? എന്തേ പറയുന്നേ?
പക്ഷെ എനിക്ക് ഞാൻ നിനക്ക് വാരി തന്നതുപോലെയാണല്ലോ ചെറുതായിട്ട് ഓർമ്മ വരുന്നത്. എന്തോ ലൈറ്റോ വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. അതും അങ്ങനെ വലുതായിട്ട് ഓർമ്മയില്ല. നീ വാള് വെച്ചതൊന്നും ഓർമ്മയില്ല നിനക്ക്? എന്ത് വോമിറ്റോ? ഞാൻ വോമിറ്റ് എടുത്തോ? പിന്നെ ക്ലീൻ ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടതറിയോ നിനക്ക്? അയ്യോ ഐ ആം റിയലി സോറി വിശ്വ. ഞാൻ കുടിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് ശരിക്കും ബുദ്ധിമുട്ടായല്ലേ? ഐ ആം റിയലി സോറി. ഹേയ് ഇറ്റ്സ് ഓക്കെ. സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ കോമൺ അല്ലേ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിന്നോട് കുടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ. ഐ ആം ഈക്വലി റെസ്പോൺസിബിൾ. പക്ഷേ എനിക്ക് നൈറ്റ് ഒരു കാര്യം മനസ്സിലായി. ഞാൻ കുടിച്ച് ലെക്ക് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം എന്നെ കൺട്രോൾ ചെയ്യാൻ എന്തുമാത്രം കഷ്ടപ്പെടുമെന്ന്. മാറ്റ കാര്യം എനിക്ക് തോന്നുന്നു അമ്മമാരുടെ ശാപം വന്നാ. അത്രേ ഉള്ളൂ. നീ സാർ ഓർഡർ ചെയ്താലോ? കൂളായിട്ട് എന്തെങ്കിലും. ബിയറുണ്ട് സാറേ. അയ്യോ വേണ്ട. ഇന്നത്തോടെ നമ്മൾ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായി. ഹൗ ഡു യു ഫീൽ? ഗുഡ്. ഗുഡോ? അപ്പൊ ഈ 2 ആഴ്ച കൊണ്ട് ഒരു ഗുഡ് മാത്രം തോന്നുള്ളൂ നിനക്ക്? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ചുമ്മാ വെറുതെ കോമഡി പറയല്ലേ. നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും പറ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല. ഐ ആം ഓൾ ഗുഡ്. സത്യമായിട്ട് വേണോ? അല്ല പിന്നെ നീ നിന്റെ അച്ഛന് ഫോൺ ചെയ്തിട്ട് എനിക്ക് അവിടെ പ്രശ്നമുണ്ട് ഈ പ്രശ്നം ഉണ്ടായെന്നൊന്നും പറയാൻ വരത്തില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്ന വിശ്വ? ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താങ്ക് യു. അത് ശരി. നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നീ തെറ്റിദ്ധരിക്കോ? പറഞ്ഞോ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് സാരി. സത്യമായിട്ടും വളരെ നന്നായിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് കോംപ്ലിമെന്റ്സ് ഒക്കെ തരാൻ തുടങ്ങിയല്ലോ. സുന്ദരി എന്താ സുന്ദരി എന്നുള്ള ശേഷമായില്ലേ? അതല്ലേ നിന്റെ പേര്? ബാല തിരുപ്പുര സുന്ദരി. ആക്ച്വലി നിനക്ക് ബാലയെക്കാട്ടിലും സുന്ദരി തന്നെയാണ് നന്നായിട്ടുള്ളത്. എന്താ നിനക്ക് നാണം വരുന്നുണ്ടോ? സുന്ദരി സുന്ദരി. കംഫർട്ടബിൾ അല്ലേ? ഇവനെന്നെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. റോഡ് മുഴുവൻ മൊത്തം കൂടിയും സ്പീഡ് ബ്രേക്കറൊക്കെ ആയിട്ട് EMI കുറച്ച് അധികം കുഴപ്പമില്ല. പെട്ടെന്ന് കാർ ഓടിക്കും. എനിക്ക് കാറിൽ പോകുന്നതിനേക്കാളും ബൈക്കിൽ പോകുന്നതാ ഇഷ്ടം. അതെ അമ്മേ, അമ്മ പറയുന്ന പോലെ തന്നെ പെരുമാറുന്നേ. രാവിലെ നേരത്തെ എഴുന്നേക്കുന്നുണ്ട്, ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നേ, അതുപോലെ പൂജയും ഞാൻ തന്നെ ചെയ്യുന്നേ. ഓക്കെ അല്ലേ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട് അമ്മ? ഒന്ന് ഫോൺ കൊടുക്കാവോ? സംസാരിക്കണം. അതെ, മോള് വിളിക്കുന്നു. ഹലോ മോളെ. അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കെന്താടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? അവിടെയെല്ലാം ഓക്കെ അല്ലേ? അവൻ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെയാണ് അച്ഛാ. മോള് കഴിച്ചായിരുന്നു?
സുന്ദരി അച്ഛ കഴിച്ചു. അച്ഛ ടാബ്ലറ്റ്സ് കഴിച്ചിരുന്നു. കഴിച്ചായിരുന്നു മോളെ. നീ എന്താ കരയുകയാണോ? മിസ് യു അച്ഛ. ശരി, ഞാൻ നാളെ വിളിക്കാം. ബൈ. എന്താ ഇത് പില്ലോസ് ഒക്കെ വെക്കുന്നത്? അതെ, ഞാൻ ഈ ഉറക്കത്തിൽ കാലെടുത്തിരുന്നൊരു പതിവുണ്ട്. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഭിത്തി കെട്ടിയേക്കുന്നേ. നീട്ട് കാലിടുന്നത് ഇഷ്ടമല്ലാന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? എന്ത് പറ്റി പോലെ നീ എന്താ ഡല്ലായിരിക്കുന്നു? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാല, ആ അതാരാണെന്നൊന്ന് നോക്കാവോ? ഞാനിവിടെ കുറച്ച് തിരക്കില്ല. ഓക്കേ.